CPIMന്റെ മുതിർന്ന നേതാവായ ജി സുധാകരൻ മത്സരിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിലാണ് ഇപ്പോൾ ഏറ്റവും വലിയ ചർച്ച. പ്രത്യേകിച്ചും ആലപ്പുഴ ജില്ലയിലെ തലമുതിർന്ന നേതാവ് എന്ന് വേണമെങ്കിൽ പറയാം ജി സുധാകരനെ. പാർട്ടിയുമായി കലഹിച്ച് മുന്നോട്ട് പോകുന്ന ജി സുധാകരൻ സ്വതന്ത്രനായി മത്സരിക്കുമോ അതോ കോൺഗ്രസ് പിന്തുണയോടുകൂടി അമ്പലപ്പുഴയിൽ മത്സരിക്കുമോ? ഇക്കാര്യത്തിലാണ് എല്ലാവരും ഇപ്പോൾ ഉറ്റുനോക്കുന്നത്. 9 നിയമസഭാ മണ്ഡലങ്ങളുള്ള ആലപ്പുഴ ജില്ലയിൽ 8ഇടത്തും കഴിഞ്ഞ പ്രാവശ്യം വിജയിച്ചത് ഇടതുമുന്നണി സ്ഥാനാർത്ഥികളായിരുന്നു. ഒരിടത്ത് അത് ഹരിപ്പാട് മാത്രമാണ് രമേശ് ചെന്നിത്തല നിയമസഭയിലെത്തിയത്. അത്തരത്തിൽ പാർട്ടിക്ക് വലിയ വേരോട്ടമുള്ള ആലപ്പുഴ ജില്ലയിൽ ജി സുധാകരൻ മത്സരിക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് ഇപ്പോൾ ജില്ലയിൽ എല്ലായിടത്തും നടന്നുകൊണ്ടേയിരിക്കുന്നത്. പക്ഷേ ജി സുധാകരൻ ഇതുവരെയായും മനസ്സ് തുറന്നിട്ടില്ല. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഇടതുമുന്നണിയിലെ സിറ്റിംഗ് MLA-മാരെല്ലാം ഇത്തവണ മത്സര രംഗത്തുണ്ട് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അരൂർ മുതൽ കായംകുളം വരെ നീളുന്ന ജില്ലയിൽ കായംകുളത്ത് പ്രതിഭ തന്നെ വീണ്ടും മത്സരിക്കും എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. അവർ വീണ്ടും, അതായത് 3ാം പ്രാവശ്യം പ്രതിഭ കായംകുളത്ത് നിന്ന് മത്സരിക്കും. അരൂരിൽ ദിലീപ് മത്സരിക്കുന്നുണ്ട്. ഒപ്പം ചേർത്തലയിൽ മന്ത്രി പി പ്രസാദിൻ്റെ മണ്ഡലമാണ്. പി പ്രസാദും ചേർത്തലയിൽ നിന്ന് തന്നെ മത്സരിക്കും. അങ്ങനെ LDFന്റെ പഴയ ആളുകളെല്ലാം തന്നെ, അല്ലെങ്കിൽ സിറ്റിംഗ് MLA-മാരെല്ലാം തന്നെ മത്സരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ കോൺഗ്രസിൻ്റെ കാര്യത്തിലാണ് ഇപ്പോഴും വലിയ തരത്തിലുള്ള ചർച്ചകൾ നടന്നുകൊണ്ടേ ഇരിക്കുന്നത്. ലാറ്റിൻ കത്തോലിക് സമുദായത്തിൽ കൂടുതൽ അംഗങ്ങളുള്ള, അല്ലെങ്കിൽ ലാറ്റിൻ കത്തോലിക് അംഗങ്ങൾ ഉള്ള ഒരു ജില്ല കൂടിയാണ് ആലപ്പുഴ. അതുകൊണ്ട് തന്നെ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്ന കാര്യത്തിൽ വലിയ ശ്രദ്ധയോടുകൂടിയാണ് കോൺഗ്രസ് മുന്നോട്ട് നീങ്ങുന്നത്. ഹരിപ്പാട് ഇത്തവണ രമേശ് ചെന്നിത്തലയെ നേരിടുന്നത് AYF നേതാവ് ജിസ്മോനാണ്. കഴിഞ്ഞ പ്രാവശ്യം ജില്ലയിൽ റെക്കോർഡ് ഭൂരിപക്ഷത്തോടുകൂടി വിജയിച്ച മന്ത്രി സജി ചെറിയാനെതിരെ സർപ്രൈസ് സ്ഥാനാർത്ഥിയെ കൊണ്ടുവരാനാണ് കോൺഗ്രസിൻ്റെ ആലോചന. ഇതിൽ പ്രധാനമായും പറഞ്ഞു കേൾക്കുന്ന ഒരു പേര് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മകൾ മറിയം ഉമ്മൻ ഉൾപ്പെടെ 4ഓളം പേരുടെ പേരുകളാണ്. അതിൽ ജ്യോതി വിജയകുമാറും ഉൾപ്പെടുന്നു. ആലപ്പുഴ നിയമസഭാ മണ്ഡലത്തിൽ KSU ജില്ലാ പ്രസിഡന്റാണ് മത്സരിക്കുന്നത്. അവിടെ തോമസിന് വലിയ തരത്തിൽ വിജയസാധ്യതകളുണ്ട് എന്ന് പറയുന്നു. M ലിജു, AA ഷുക്കൂർ തുടങ്ങിയ നേതാക്കന്മാരുടെ പേരുകൾ വിവിധ മണ്ഡലങ്ങളിൽ പരിഗണിക്കുന്നുണ്ട്. അതായത് ആലപ്പുഴ ജില്ലയിലെ നിയമസഭാ മണ്ഡലങ്ങളിൽ പലയിടങ്ങളിലും 5 മുതൽ 6 വരെ കോൺഗ്രസ് നേതാക്കന്മാരുടെ പേരുകൾ പരിഗണിക്കുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. അന്തിമ പട്ടിക ഉടൻ പുറത്തു വരും എന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. അതേസമയം BDJSന് വലിയ തരത്തിൽ വളക്കൂറുള്ള മണ്ണാണ് ആലപ്പുഴ എന്നാണ് BJP നേതാക്കന്മാർ പറയുന്നത്. തുഷാർ വെള്ളാപ്പള്ളി ഇത്തവണ ആലപ്പുഴയിൽ മത്സരിക്കും എന്നാണ് BJP നേതാക്കന്മാർ പറയുന്നത്. തദ്ദേശഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ 5 നിയമസഭാ മണ്ഡലങ്ങളിലാണ് UDF മുന്നിലെത്തിയത്. അതുകൊണ്ട് തന്നെ ഇത്തവണ വലിയ തരത്തിലുള്ള മുന്നേറ്റം ഉണ്ടാക്കാൻ UDFന് കഴിയും എന്നുള്ള പ്രതീക്ഷയും കോൺഗ്രസിന് ഉണ്ട്. 2021 വോട്ടിംഗ് ശതമാനം അനുസരിച്ച് മൊത്തം പോൾ ചെയ്ത വോട്ടുകൾ 79.9% അതിൽ കോൺഗ്രസിന് 35.7% ലഭിച്ചു. CPIMന് 31.7%, CPIക്ക് 10.4%, BJPക്ക് 9.3% വോട്ട് ലഭിച്ചു. ഈ സമയത്ത് BDJSന് ലഭിച്ചത് 4.3% വോട്ടുകളായിരുന്നു. അതുകൊണ്ട് തന്നെ ഇരു മുന്നണികളും വലിയ തരത്തിൽ വിജയം പ്രതീക്ഷിക്കുന്ന ഒരു ജില്ല കൂടിയാണ് ആലപ്പുഴ.